ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെ നടപടി. വൈദികരെ ചുമതലകളിൽ നിന്ന് നീക്കി. ബസലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളന് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശവും നൽകി. ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയാണ് നടപടി. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വിമതർക്കെതിരായ നടപടിക്ക് മുന്നോടിയായി ട്രൈബ്യൂണലും രൂപീകരിക്കും. ടോം കുര്യാക്കോസ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ടോം, ഇപ്പോൾ നടപടിയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകി, അപ്പോഴും വിമത നീക്കം സജീവമായിരുന്നു. സഭയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടർന്നു. ഈ നടപടിയിലൂടെ പൂർണ്ണമായും സഭ വിമതരെ ഒതുക്കാം എന്നുള്ള നിലപാടിലാണോ? രഞ്ജിത്ത്, അങ്ങനെ തന്നെ കരുതണം. കാരണം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിലെ ഈ കുർബാന പ്രശ്നം ഇപ്പോൾ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ഏകദേശം കഴിഞ്ഞ 2 വർഷം മുൻപ്, അതായത് നമുക്കറിയാം 2 വർഷം മുൻപ് 2022 ക്രിസ്മസ് ദിനത്തിൽ അന്ന് എറണാകുളം ബസിലിക്കയിൽ ഉണ്ടായ സംഭവവികാസങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിന്റെ ഒരു പാരമ്യത്തിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അതായത് ഈ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തില് വിമത വിഭാഗം അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്നു. സഭയെ ധിക്കരിച്ചുകൊണ്ട്, അതായത് സിനഡിനെ അനുസരിക്കാതെ, സിനഡ് കുർബാന അർപ്പിക്കാതെ ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് സഭാ നേതൃത്വം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർമാർ ബോസ്കോ പുത്തൂർ തന്നെ നേരിട്ട് നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതായത് ആദ്യഘട്ടമായി 4 വൈദികർക്കെതിരെ നടപടിയെടുത്തിരിക്കുകയാണ്. എറണാകുളം ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളനോട് അതിരൂപത ബസിലിക്കയിൽ നിന്നും ഇറങ്ങണമെന്നും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ പള്ളികളിലെ ഇടവക വികാരിമാരായിട്ടുള്ള ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കെതിരെയും നടപടി ഉണ്ടായിരിക്കുന്നു. ഈ 3 പള്ളികളിലും നേരത്തെ കോടതിയുടെ നിർദ്ദേശപ്രകാരം സിനഡ് കുർബാന അർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതാണ്. അതായത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോട് തന്നെയാണ് കോടതി നിർദ്ദേശം നൽകിയത്. അതിന്റെ ഭാഗമായി ഈ 3 പള്ളികളിലെയും വികാരിമാരെ മാറ്റിയിരുന്നു. സക്രിയാസ് പറനിലം, കുര്യൻ ഭരണിക്കുളങ്ങര, ജോർജ് മൂഞ്ഞേരി, ഈ 3 വൈദികരെയും 3 പള്ളികളിലേക്ക്, അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ, ഈ 3 പള്ളികളിലെയും വികാരിമാരായി നിയമിക്കുകയും അവർ അവിടെ ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞ ദിവസം എത്തുകയും ചെയ്തപ്പോൾ ഉണ്ടായ വലിയ രീതിയിലുള്ള സംഘർഷം അവിടെ ഉണ്ടായി. ഈ സംഘർഷം മാത്രമല്ല, നിലവിലുണ്ടായിരുന്ന വികാരിമാർ ജോഷി വേഴപ്പറമ്പിലും തോമസ് വാളൂക്കാരനും ബെന്നി പാലാട്ടിയും ചുമതലകളിൽ നിന്നും, അതായത് അവരെ വികാരിമാരായി നിയമിച്ച വികാരി ചുമതലയിൽ നിന്നും അവർ ഒഴിഞ്ഞു പോയില്ല എന്ന് മാത്രമല്ല, ഈ പള്ളിയിൽ, അതായത് ബിഷപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റർ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് ആ പള്ളികളിൽ തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതേ തുടർന്നാണ് കർശനമായ നടപടിയിലേക്ക് ബോസ്കോ പുത്തൂർ നീങ്ങിയിരിക്കുന്നത്. 4 പേരോടും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നേരത്തെ ചുമതലപ്പെടുത്തിയ തരിയഞ്ഞാളിയത്ത് സക്രിയാസ് പറനിലം, കുര്യൻ ഭരണിക്കുള, ജോർജ് മൂഞ്ഞേരി തുടങ്ങിയ 4 വൈദികരോടും ചുമതലകളിലേക്ക്, ഈ 4 പള്ളികളുടെയും ചുമതല ഏറ്റെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ വിമത വൈദികർക്കെതിരായ കർശന നടപടിയുടെ ഭാഗമായി സഭാ കോടതിയും രൂപീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ക്രിസ്മസിന് മുൻപ് തന്നെ സഭാ കോടതി, അതായത് സഭയുടെ ട്രിബ്യൂണൽ രൂപീകരിക്കുന്നു. ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ആന്റണി